എടാ മക്കളെ, നിങ്ങളാരും ഡ്രഗ്സ് ഒന്നും ഉപയോഗിക്കരുത് കേട്ടോ. ഈ സിന്തറ്റിക് ഡ്രഗ്സ് ഒക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അറിയാമല്ലോ, അത് നിങ്ങളുടെ തലച്ചോറിനെ തിന്നും. തലച്ചോറിനെ തിന്നു കഴിഞ്ഞാൽ നിങ്ങളൊക്കെ പോകും, നിങ്ങളുടെ അപ്പനും അമ്മയൊക്കെ ഇരുന്ന് കരയും എന്നൊക്കെ പറഞ്ഞ് ഉപദേശം കൊടുത്തിട്ട് ആരുടെ കാര്യം പറയുന്നത്? റാപ്പർ വേടൻ എന്ന ഹിരൺദാസിൻ്റെ കാര്യം. ഭയങ്കര പോപ്പുലറായിട്ടുള്ള ഒരു റാപ്പറാണെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പുള്ളി സ്റ്റേജൊക്കെ കയറി തകർപ്പം പരിപാടികളൊക്കെ നടത്തുന്നു. ആൾക്കാർ എന്താ പറയുന്നത്, ജനസാഗരങ്ങൾ ആർപ്പ് വിളിക്കുന്നു, തുള്ളുന്നു, ഓളം വെക്കുന്നു, എന്തൊക്കെയോ ചെയ്യുന്നു. ഭയങ്കരമായിട്ട് അത്രയ്ക്കും പുള്ളിയുടെ പാട്ടുകളൊക്കെ ആൾക്കാരെ കോരിത്തരിപ്പിക്കുന്നുണ്ട്. സിനിമകളിലാണെങ്കിലും പാട്ടുകൾ പാടി ഹിറ്റായി. പിന്നെ ഓരോ പ്രത്യേക സമൂഹത്തിലെ ആൾക്കാരുടെ കാര്യങ്ങളൊക്കെ വെച്ച് റാപ്പ് ഉണ്ടാക്കി ഹിറ്റായ ഒരു വ്യക്തിയാണ് ഈ വേടൻ എന്ന് പറയുന്ന ഈ റാപ്പർ. പക്ഷേ എന്താ കാണിച്ചത്? സ്റ്റേജൊക്കെ കയറി നിന്നിട്ട് ഉപദേശം 10 ലക്ഷക്കണക്കിന് അല്ലെങ്കിൽ വേണ്ട ആയിരക്കണക്കിന് ആൾക്കാർക്ക് ഉപദേശം കൊടുക്കുകയും അത് റീലായിട്ടും വീഡിയോ ആയിട്ടും പല സ്ഥലങ്ങളിൽ വൈറലായി ഭയങ്കര പോപ്പുലറായിട്ട് നിൽക്കുന്ന ആൾ ഇരുട്ടത്ത് മാറിയിരുന്ന് ഈ സാധനം കഞ്ചാവ് അല്ലെങ്കിൽ സിന്തറ്റിക് ഡ്രഗ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് അവസ്ഥ? ഒരുമാതിരി ഇപ്പോഴത്തെ ഭാഷ പറയുകയാണെങ്കിൽ ഊക്കും ഉപദേശവും ഒന്നിച്ച് കൊടുക്കുക എന്ന് പറയും. അങ്ങനെ ചെയ്യുന്നതിൽ ഏറ്റവും നല്ലത് പാട്ടുകാരനാണ്. പാട്ട് പാടിയിട്ട് പൈസയും മേടിച്ച് പോകണം. അല്ലാതെ ഉപദേശിക്കാൻ പോയി കഴിഞ്ഞാൽ ഇതുപോലത്തെ പണിയില്ല. ഇതിപ്പോൾ നാളെ എന്നല്ല, ഏതൊരാളാണേലും ഉപദേശം കൊടുക്കുന്നവൻ ഓർത്തോ അവനിട്ടുള്ള പണി വേറെ രീതിക്ക് വരും. ഇപ്പോൾ വന്നപ്പോൾ ആർക്ക് പോയി? വേടൻ എന്ന പാട്ടുകാരന് പുള്ളിക്ക് പേര് പോയി. ഇദ്ദേഹത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ 2022 ഇദ്ദേഹത്തിനെ നേരത്തെ തന്നെ കഞ്ചാവുമായിട്ട് പിടിച്ചിട്ടുണ്ട്. 11 ഗ്രാം കഞ്ചാവുമായിട്ട് നേരത്തെ പിടിച്ചിട്ടുമുണ്ട്. അന്ന് അതത്ര വാർത്തയായില്ല. പക്ഷേ അതിനുശേഷം പിന്നീട് അദ്ദേഹത്തിൻ്റെ പേരിൽ വേറെ കുറച്ച് അലിഗേഷൻസൊക്കെ വന്ന് എല്ലാം ഒന്ന് കെട്ടടങ്ങി വന്ന സമയത്താണ് വീണ്ടും പാട്ടുകളുമായിട്ട് അദ്ദേഹം സ്റ്റേജിൽ കോരിത്തെരിപ്പിച്ചുകൊണ്ടിരുന്ന ആൾക്കാരെ കോരിത്തെരിപ്പിച്ച് ലൈവ് ഷോ പാട്ടും കാര്യങ്ങളും. അപ്പം ആൾക്കാരെല്ലാം പറയുന്നത് തന്നെ, മേടിക്കുന്ന പൈസയ്ക്ക് പണിയെടുക്കുന്നവൻ. മറ്റുള്ള റാപ്പേഴ്സൊക്കെ അലമ്പ് കാണിച്ചുകൊണ്ടിരുന്ന സാഹചര്യത്തിൽ ഇദ്ദേഹം സ്റ്റേജിൽ കയറി പണിയെടുത്തിട്ടുണ്ട്, നന്നായിട്ട് പാട്ട് പാടിയിട്ടുണ്ട്, ആൾക്കാരെ കയ്യിലെടുത്തിട്ടുണ്ട്. പക്ഷേ ആ സമയത്ത് എന്താ ചെയ്തത്? ആൾക്കാർ കൂടുമ്പോഴത്തേക്കും അങ്ങോട്ട് ഓളം കൂടിയിട്ട് വായി വരുന്ന ഡയലോഗ്സ് എല്ലാം കൂടെ അങ്ങോട്ട് അടിച്ചു. ഡയലോഗ് അടിക്കുക എന്ന് പറഞ്ഞാൽ നല്ല കാര്യമാണ് പറഞ്ഞു കൊടുത്തത്. ആ നല്ല കാര്യം പറയണമെങ്കിൽ അതിനുള്ളൊരു മേന്മ ഉണ്ടാകണം. പക്ഷെ അതിന് പകരം നല്ല കാര്യം പറഞ്ഞു കൊടുത്തിട്ട് മാറുന്നിട്ട് അതേ ആ ഒരു ചെയ്യരുത് എന്ന് പറയുന്ന കാര്യം ചെയ്യുന്നത് ഭയങ്കര മോശമാണ്. ഇപ്പോൾ എങ്ങനെയായി? പോലീസും പിടിച്ച് നാട്ടുകാരും അറിഞ്ഞു, പത്രക്കാരും അറിഞ്ഞു. മറ്റേ ഗർവാസീസ് ആശാൻ പറയുന്ന പോലെ, എടോ ഇത്ര പെട്ടെന്ന് പത്രക്കാർ അറിഞ്ഞോടാ എന്ന് പറയുന്ന അവസ്ഥയായിപ്പോയി. ആകെ കൂടെ നാണം കെടുന്ന അവസ്ഥ. പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല. ഇവരൊക്കെ പിന്നെയും പുറത്തിറങ്ങും, വീണ്ടും പാട്ടും പാടി പോപ്പുലാരിറ്റി വെച്ച് പിന്നെയും കയറി വരും. ഇപ്പം എന്താ സംഭവിക്കുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നെങ്കിൽ ഉപദേശിക്കാൻ പോകുമ്പം ഉപദേശിക്കുന്ന വ്യക്തി ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് പറയുന്നെങ്കിൽ അത് ചെയ്യരുത്, ചെയ്യാതിരുന്നിട്ട് അത് ഉപദേശിക്കുകയാണെങ്കിൽ അത് പറയുന്നതിനൊരു വിലയുണ്ട്. ഇപ്പം വിലയില്ലാത്ത ഒരവസ്ഥയായിപ്പോയി. വിലയില്ലാത്ത അവസ്ഥ എന്ന് പറഞ്ഞാൽ പുള്ളി പറഞ്ഞ വാക്കുകളിലാണ്. പിന്നെ നാളെ ഇതൊക്കെ എന്തെന്ന് പറഞ്ഞാലും നാളെ ഇദ്ദേഹം വേറൊരു പാട്ടുമായിട്ട് വന്ന് പിന്നെയും കയറി വരുമ്പോഴത്തേക്ക് ആൾക്കാർ പൊളിച്ച് കൈയടിച്ച് മേളിൽ കയറ്റും. പക്ഷേ എന്തായാലും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഉള്ള ഈ ഒരു ലഹരിക്കെതിരെയുള്ള നീക്കത്തിൽ മെയിനായിട്ടും പോപ്പുലറായിട്ടുള്ള സിനിമാ താരങ്ങൾ അതുപോലെയുള്ള ഇങ്ങനെയുള്ള സ്റ്റാർസിൻ്റെ പുറകെയാണ് പോകുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഇതുപയോഗിക്കുന്ന ഈ പോപ്പുലറായിട്ടുള്ള ആൾക്കാരെ മാത്രമല്ല, മറ്റുള്ള ആൾക്കാരെ ഇതുപോലെ തന്നെ പിടികൂടേണ്ട ഒരു സാഹചര്യമുണ്ട്. എത്ര പിടിച്ചെന്ന് പറഞ്ഞാൽ ലഹരിയുടെ ഉപയോഗം കുറയുന്നതായിട്ട് കാണുന്നില്ല. എന്തായാലും ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ വേടൻ അകപ്പെട്ടിരിക്കുകയാണ്. വേടൻ ആദ്യമേ ഫ്ലാറ്റിൽ വെച്ച് വേടനെ 9 പേരും ആയിട്ട് കഞ്ചാവുമായിട്ട് പിടികൂടുമ്പോൾ പല ആൾക്കാരും വേടനെ കുടുക്കിയതാണെന്നുള്ള രീതിയിലുള്ള വാർത്തകളൊക്കെ പറഞ്ഞു വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അവസാനം വേടൻ തന്നെ സമ്മതിച്ച് പുള്ളി കഞ്ചാവ് ഉപയോഗിച്ചു, ലഹരി ഉപയോഗിച്ചു എന്നുള്ള രീതിയിൽ. അപ്പം എന്താണേലും സമൂഹത്തിന് എന്തെങ്കിലും ഒരു നന്മ ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു നല്ല കാര്യം സമൂഹത്തോട് പറയുകയാണെങ്കിൽ ആ ഒരു എന്താ പറയുന്നത് നന്മ മനസ്സിലുണ്ടാകണം, അല്ലെങ്കിൽ നന്മ പ്രവർത്തിക്കണം. ഇത് പകരം ഇരുട്ടത്ത് മാറിയിരുന്ന് കോനാകൃതി കാണിച്ചിട്ട് വെളിച്ചത്ത് വന്നിട്ട് എൻ്റെ പൊന്നു മക്കളെ എന്ന് വിളിച്ചിട്ട് കാര്യമില്ല. അപ്പം നാട്ടുകാരല്ല പോലീസുകാർ പിടിച്ചു, ആകെ കുളമായിട്ടുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിൽ അറിയാം ഇനി ബാക്കി വേടൻ്റെ കാര്യം എന്താണ്. കേട്ടപ്പോൾ ഭയങ്കര അതിശയമായിപ്പോയി. എൻ്റെ പൊന്നു വേടാ.